സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ. ഞാനിപ്പോൾ ഒരു നല്ല സന്തോഷമുള്ളൊരു കൂട്ടായ്മയോട് കൂടിയാണ് നിൽക്കുന്നത്. അപ്പൊ അവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ദൈവാനുഭവമുള്ള, ദൈവത്തിൽ ഒത്തിരി ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിന് കൂടെ നിൽക്കുകയാണ്. ദൈവം നമ്മളെ പരിപാലിക്കുന്ന വഴികളും ദൈവം നമ്മൾ നടത്തുന്ന വഴികളും ഒക്കെയാണ് ഓരോ ദിവസവും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് സിസ്റ്റർ റോസ്ലിയാണ്. സിസ്റ്ററിന്റെ കോൺഗ്രിഗേഷനിലുള്ള സിസ്റ്റേഴ്സ് ഇവരുണ്ട്. അങ്ങനെ സിസ്റ്ററിനെ ദൈവം നടത്തിയ വഴികൾ, പരിപാലിച്ച രീതികള് നിങ്ങൾക്കറിയാവോ? ഇവിടെ എത്ര പേരുണ്ട് സിസ്റ്റേഴ്സ്? 9 പേരേ ഉള്ളൂ. സിസ്റ്റേഴ്സ് 9 പേരുണ്ട്. ഇവിടെ മക്കൾ എത്ര പേരുണ്ട്? 260. ഞാന് ഈ ഇടയെ കണ്ടതിൽ വെച്ച് ഏറ്റവും ആളുകളുടെ അമ്മയായ ഒരു സിസ്റ്ററാണ് ഞാൻ കാണുന്നത്. ഇവരെല്ലാവരും ഇവിടെ കുറച്ച് പേര് ഇവിടെ കാണുള്ളൂ. പക്ഷെ ഇവിടെ 260 പേര് ഒരേ സ്വരത്തിൽ അമ്മയെന്ന് വിളിക്കുന്ന റോസ്ലിയാണ്. അതുപോലെ നമ്മുടെ അമ്മമാരെയും. അപ്പൊ അങ്ങനെ ഒരു അമ്മ, ആ ഒരു അമ്മയെ പരിചയപ്പെടാൻ വേണ്ടി, ആ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. സിസ്റ്ററിന്റെ ഈ കോൺഗ്രിഗേഷന് ഇവിടെയുള്ള രീതികള്, ഇവരെ എങ്ങനെയാണ് പരിപാലിക്കുമെന്ന് പറയാമോ? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. എന്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു തെരുവിലെ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉണ്ടാകരുത് എന്നുള്ളത്. അപ്പോഴങ്ങനെ ഈശോയോട് ഒത്തിരി പ്രാർത്ഥിച്ചു. ഈശോയെ തെരുവിൽ കിടക്കുന്ന സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഏറ്റെടുക്കാൻ, വളർത്താന് നീ എൻ്റെ കൂടെ ഉണ്ടാകുമെങ്കിൽ ഞാൻ റെഡിയാണ്. ഈശോ കൂടെ ഉണ്ടെങ്കിൽ മാത്രം റെഡിയാണ് എന്നൊരു കണ്ടീഷൻ ഞാൻ വെച്ചിരുന്നു. ശരിക്കും കർത്താവ് വ്യക്തമായിട്ട് തമ്പുരാൻ പറഞ്ഞു, ഞാൻ കൂടെ ഉണ്ട്, തുടങ്ങാം. അങ്ങനെ ആ ഒരു ശബ്ദം കേട്ടുകൊണ്ടാണ് ഇങ്ങനെ സ്നേഹതീരം എന്ന പേരില് ഒരു ഭവനം തുടങ്ങുന്നത്. ശരിക്കും ഈശോ കൂടെ നടക്കുന്ന ഒരു അനുഭവം. ഞാന് ഇത്രമാത്രം ഈശോയെ അനുഭവിച്ചത്, ഈശോയുടെ സ്നേഹം ഇത്ര വലുതാണെന്ന് മനസ്സിലാക്കിയത് ഈ സ്നേഹതീരം തുടങ്ങിയതിന് ശേഷമാണ്. ഈ സ്നേഹതീരം ഇവിടെ ഉള്ളവരായിരിക്കാന്ന് പറയാമോ? ഉള്ളവര് നമ്മുടെ അമ്മമാരും സഹോദരിമാരാണ്. തെരുവില് ആരും സംരക്ഷിക്കാനില്ലാത്ത, ആരും നോക്കാനില്ലാത്ത നമ്മുടെ അമ്മമാരും സഹോദരിമാരുമാണ്. അവര് 240ഓളം വരും. കുഞ്ഞുങ്ങളാണ്. അവര് 20ഓളം വരും അല്ലേ? എല്ലാം കൂടെ 263, 264. ഈ കുഞ്ഞുങ്ങളെ അതെ, അവര് ഇല്ലീഗലായിട്ട് പ്രഗ്നന്റ് ആവും സ്ട്രീറ്റില്. അങ്ങനെ ഇവിടെ വന്ന് ഡെലിവറി ആവും. ചിലര് അമ്മയും കുഞ്ഞിനെയും കൂടെ കിട്ടും. അപ്പം ഗവൺമെന്റ് ആണ് നമ്മളെ ഏൽപ്പിക്കുന്നത്. അവരെ കോടതിയിൽ ഹാജരാക്കി പോലീസ് അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും ഇളയ കുഞ്ഞിന്റെ പ്രായം എത്രയാ ഡേറ്റ്? 38 ദിവസമായി. മെയ് 1 ഉണ്ടായത്. ഞങ്ങള് ഈ സ്ഥാപനത്തിൽ ഇപ്പൊ ഞങ്ങള് ഇപ്പൊ ജൂൺ മാസം 8-ാം തീയതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടെയുള്ള ഏറ്റവും ചെറിയൊരു കുഞ്ഞിന്റെ പ്രായം 38 ദിവസമാണ്. നോക്കി, ഈ സിസ്റ്റേഴ്സ് പരിപാലിച്ചത് കൊണ്ടല്ലേ ആ കുഞ്ഞ് ഇപ്പൊ നമ്മളിവിടെ ഉള്ളത്. അല്ല, ആ ദൈവത്തിന്റെ പരിപാലനം ഇവരിലൂടെ നടക്കുന്നതുകൊണ്ടല്ലേ. വലിയൊരു സർവീസാണ് നമ്മുടെ സമൂഹത്തിനൊക്കെ, ലോകത്തിനോട് ചെയ്യുന്നത്. ആ കുഞ്ഞിനെ സംരക്ഷിച്ച് വളർത്തി കൊണ്ടു നടന്ന് അതിന് എല്ലാവിധ സൗകര്യവും ഒരുക്കി കൊടുക്കുക എന്ന് പറഞ്ഞ ഇതല്ല ഞങ്ങൾ ചെയ്യുന്ന സേവനങ്ങള്. ദൈവത്തിന്റെ വലിയ കാരുണ്യം നമ്മൾ അനുഭവിക്കുന്ന സമയമാണ് അല്ലേ. ഒത്തിരി ഈശോയുടെ സ്നേഹം, ഈശോയുടെ കരുണ, ഈശോയുടെ കരുതല്. ഒത്തിരി ഈശോയുടെ അടുത്ത് പോയി ഞാൻ കരയാറുണ്ട്. സാധനം വേറെ ആരോട് ഞാൻ ഷെയർ ചെയ്യാറില്ല. അപ്പം ഉള്ളിലെ വേദനകളെല്ലാം തമ്പുരാന്റെ അടുത്താണ് പോയി ഷെയർ ചെയ്യുന്നത്. എനിക്കായിട്ട് എനിക്കൊരു വേദനയില്ല. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത്, അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തെ ഓർത്ത്, ഈ ഭവനത്തെ ഓർക്കുമ്പോഴൊക്കെ കുറെ പരിമിതികളുണ്ട്. അപ്പൊ അതൊക്കെ മുൻപോട്ട് കൊണ്ടുപോകാൻ ഈശോയ്ക്ക് മാത്രമേ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും അതെ. നമ്മുടെ കൂടെയുള്ള സിസ്റ്റർ പേരിന്റെ ഫിലോമിന, അങ്ങനെ മറ്റു സിസ്റ്റേഴ്സ് ഉണ്ട്. അവരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ജോലിക്ക് വേണ്ടി അവിടെ തന്നെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിസ്റ്ററെ, ഇത് ഞാനൊരു കാര്യട്ടെ, ഇങ്ങനെ ഒരു പ്രസ്ഥാനം, ഇങ്ങനെ ഒരു ദൈവത്തിന്റെ ഇൻഫ്ലുവൻസ് നമ്മൾ തുടങ്ങുമ്പോൾ ഒത്തിരി സ്ട്രഗിൾ ഒക്കെ ഉണ്ടാവുമല്ലോ. അതിനൊക്കെ എങ്ങനെ പിടിച്ചു നിൽക്കുന്നത്? നിങ്ങൾ എങ്ങനെ പിടിച്ചു നിൽക്കുന്നത്? ഇല്ല, എനിക്ക് പിടിച്ചു നിൽക്കാൻ ഒറ്റ വഴിയുള്ള വെച്ചാൽ ഈശോയെ മുറുകെ പിടിക്കുക. എനിക്കല്ലാതെ വേറെ ഒരു വഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ കർത്താവിന്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ്. എന്റെ അമ്മ എന്നോട് തുടങ്ങിയ സമയത്ത് എന്നോട് പറയും, ഞാൻ ഇത് കരയുമ്പോൾ അമ്മ എന്നോട് പറയുമായിരുന്നു, ഇത് നീ എന്തിനാ വിഷമിക്കുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ഈശോയാണ്. നീ ഈശോയുടെ അടുത്ത് പോയി ചോദിക്കുക. ഈശോയുടെ അതുകൊണ്ട് സിസ്റ്റർ ഒരു കോൺഗ്രിഗേഷൻ തുടങ്ങി. കോൺഗ്രിഗേഷൻ ഉണ്ടല്ലേ? ആ കോൺഗ്രിഗേഷനെ കുറിച്ച് പറയാമോ?
കാരണം ഇങ്ങനെ ഇങ്ങനെ തെരുവിലുള്ളവർ ശുശ്രൂഷിക്കാൻ താല്പര്യമുള്ളവര്, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ താല്പര്യമുള്ളവർ, ഈശോയെ കൂടെ സ്നേഹിക്കണം താല്പര്യമുള്ളവർക്ക്, അങ്ങനെയുള്ളവർക്ക് പ്രചോദനം, അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഈ സഭയിൽ ചേരാം അല്ലെ, സഭയിൽ ചേർന്ന് ശുശ്രൂഷ ചെയ്യാം. അപ്പൊ അതിന് സഹായമായിട്ട് കോൺഗ്രിഗേഷനെ കുറിച്ച് ഒന്ന് പറയാമോ? കോൺഗ്രിഗേഷന് ഇത് തുടങ്ങി കഴിഞ്ഞപ്പോൾ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായി. ഇനി ഇത് അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും, ആര് ശുശ്രൂഷ ചെയ്യും? അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഒരു കോൺഗ്രിഗേഷൻ തുടങ്ങാം എന്നൊരു ചിന്ത ഉള്ളിലുണ്ടായി. അതിലുപരി എനിക്കൊരു വലിയൊരു ആഗ്രഹം ഒരു സന്യാസിനിയായിട്ട് തന്നെ മരിക്കണം. സന്യാസിനിയായിട്ട് പ്രൊഫഷൻ നടത്തി, പക്ഷെ അവസാനം സന്യാസിനിയായിട്ട് തന്നെ മരിക്കണം. സഭയോട് ചേർന്ന് വേണം ഇത് മുമ്പോട്ട് പോകാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. അപ്പൊ അങ്ങനെയാണ് കോൺഗ്രസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒത്തിരി ആ സമയത്ത് കുറെ സ്ട്രഗിൾ ചെയ്തു. പലരും സമീപിച്ചു, പലരെയും ഞാൻ സമീപിച്ചു. പക്ഷെ ഈശോ വേറൊരു വഴിയാണ് ഈശോ തെരഞ്ഞെടുത്തത്. അങ്ങനെയാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സി എന്ന സന്യാസിനി സമൂഹത്തിന് ജോസഫ് പെരുന്നോട്ടം പിതാവ് അംഗീകാരം നൽകുന്നത്. അങ്ങനെയാണ് തുടങ്ങുന്നത്. ഇവരെ ശുശ്രൂഷിക്കുക, ഈശോയുടെ മുഖം ഇവരിൽ കണ്ടുകൊണ്ട് ഇവരെ ശുശ്രൂഷിക്കുക. ധാരാളം പേര് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഇങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യുവാന്. ഒരുപക്ഷെ ഞങ്ങളെ ആർക്കും അറിയില്ലായിരിക്കും, മനസ്സിലായോ? ഞങ്ങളെ വലിയ പബ്ലിസിറ്റി നമുക്കില്ല. ആരെങ്കിലും അറിഞ്ഞു, ഇപ്പൊ അച്ഛൻ അറിഞ്ഞു, അച്ഛന് വേറൊരാളോട് പറഞ്ഞു, അങ്ങനെയാണ് നമ്മുടെ ഈ ഭവനത്തിന്റെ പബ്ലിസിറ്റി. അല്ലാതെ നമുക്ക് വേറെ പബ്ലിസിറ്റികളൊന്നുമില്ല. അപ്പൊ ധാരാളം പേര് ഇനിയും സമൂഹത്തിൽ വരണം. ഇനിയും തെരുവിൽ കിടക്കുന്ന നമ്മുടെ അമ്മമാരും സഹോദരിമാരും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അവരെയൊക്കെ നമുക്ക് ഈശോയിലേക്ക് അടുപ്പിക്കണം. ഈശോയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ ഇവരോടൊക്കെ പറയും, എല്ലാവരെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വരില്ല. പക്ഷെ ഒരാൾ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളുണ്ട്, ഈശോ ഉണ്ട്. ഈശോയാണ് നിങ്ങളെ മനസ്സിലാക്കുന്നത്, നിങ്ങളെ സ്നേഹിക്കുന്നത്. ഒരു പരിധിവരെ ഈശോയെ കൊടുക്കുവാൻ ഞങ്ങൾ അങ്ങേറ്റം പരിശ്രമിക്കുന്നുണ്ട്. അതിനുള്ള ഫോർമേഷനും അതിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈശോടൊത്തായിരിക്കാൻ വചനം ധാരാളം വചനം പറയും. വചനം ഇഷ്ടം പോലെ പറയും. ഒരു വചനം പറയാവോ? പെട്ടെന്ന് ഒരാള് നമ്മുടെ കൂട്ടത്തിൽ പെട്ടെന്ന് ആരാ? അല്ലല്ല, എല്ലാവരും ഒരാളെ കൂടെ ഫ്രണ്ടിലോട്ട് വാ. മോള് വചനം പറഞ്ഞേ. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പുറപ്പാട് 14:14. ഞാനും എന്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ജോഷുവ 24:15. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ 1:1. അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു. ശാന്തരായിട്ട് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു. പുറപ്പാട് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്നോ? ഇന്ന് വന്നതാ. ശരി. ഇതൊന്നും ഞാനിപ്പോഴാ കാണുന്നത് കേട്ടോ. പേരെന്നാ? തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ്. കേട്ടോ, ഇതാണ് ഞാൻ സിസ്റ്ററോട് വരുന്നവരെല്ലാം സിസ്റ്ററെ വിളിക്കുന്നത്, ഇവരുടെ സിസ്റ്റേഴ്സ് വിളിക്കുന്നത് അമ്മ. എല്ലാവരും ഈ സിസ്റ്ററെ വിളിക്കുന്നത് അമ്മ എന്നാണ്. നിങ്ങൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഒന്ന് വിളിക്കാവോ? റോസ്ലി അമ്മ എന്ന് വിളിക്കാവോ? ഈ സിസ്റ്റേഴ്സിനെ എല്ലാം വിളിക്കുന്നത് അമ്മ എന്നാണ്. അതാണ് ദൈവത്തിന്റെ സ്നേഹം ഈ സിസ്റ്ററിലൂടെ, ഈ സിസ്റ്റേഴ്സിലൂടെ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലോട്ടും ഇവിടെയുള്ളവരുടെ എല്ലാവരുടെ ജീവിതത്തിലോട്ടും ഒഴുകുകയാണ്. അപ്പം ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയാണ്, ദൈവത്തിന്റെ കാരുണ്യമാണ്, ദൈവത്തിന്റെ സ്നേഹമാണ്, ദൈവത്തിന്റെ നന്മയാണ് ഒഴുകുന്നത്. 20 വർഷമായിട്ട് കാണാൻ വരും. എത്ര വർഷമായിട്ടുള്ള ബന്ധമാണ്? 22 വർഷമായിട്ട്. ഇത് രാവിലെ വന്നാണല്ലേ? അങ്ങനെ എത്ര മനുഷ്യർക്കാണ് ഇവര് ആശ്വാസമാകുന്നത്, തണലാകുന്നത്. നമ്മ ദൈവത്തിന്റെ വലിയ കൃപയാണ്, അഭിഷേകമാണ്. അങ്ങനെയല്ല. അപ്പൊ സ്നേഹമുള്ളവരെ, അപ്പൊ നിങ്ങളോട് കൂടി ആയിരിക്കാം സാധിച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു. ദൈവം ഒത്തിരി ആളുകളെ നിങ്ങളിലോട്ട് അടുപ്പിക്കട്ടെ. இவன் சின்ன பிள்ளையா இருந்தான். இப்ப இவன் பையன். ഇവൻ ആളിവിടെയായിരുന്നോ? അവൻ ചിന്ന പിള്ളേർ ഇരിക്കുമ്പോൾ ഇങ്ങ് വന്നത്. ഇവന്റെ കുഞ്ഞായിരുന്നപ്പോഴാണ് ഇവിടെ വരാൻ തുടങ്ങിയത്. അപ്പൊ അവന്റെ കുഞ്ഞാണിത്. ഇത് ശരി. അങ്ങനെ അങ്ങനെ. അപ്പൊ സ്നേഹം മാത്രം അല്ലേ? സ്നേഹം മാത്രം. ക്രിസ്തുനി എന്തെങ്കിലും പറയാൻ ക്രിസ്തുനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് പറയാമോ? എനിക്ക് ഒന്നേ പറയാനുള്ളൂ,
നമുക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഈശോ കൂടെ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം സാധ്യമാണ്. അപ്പം ഈശോയുടെ പരിപാലന സ്നേഹം ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചിലപ്പോൾ ഭക്ഷണം കൊടുക്കാൻ പോലും ചില സമയത്ത് ഷോർട്ടേജ് ഉണ്ടാകുന്ന സമയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഞാൻ ഈശോയോട് പറയും, ഈശോയെ ആരോടും ചോദിക്കാനില്ല, നീ ആരെയെങ്കിലും ഇങ്ങോട്ട് വിടണേ. അത്ഭുതം പോലെ കർത്താവ് ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു വിടാറുണ്ട്. ഒരിക്കലും പട്ടിണി കിടക്കാൻ ദൈവം ഇടവരുത്തിയിട്ടില്ല. എല്ലാ ദിവസവും ഇവർക്ക് ആഹാരം, എൻ്റെ കയ്യിലൊന്നുമില്ല, തമ്പുരാന്റെ കൈകളിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാ ദിവസവും ഇവർക്ക് ആഹാരം, മരുന്ന്, വസ്ത്രം, ഇവർക്ക് വേണ്ട സോപ്പ്, ചീപ്പ്, എണ്ണ, ചെരുപ്പ് എല്ലാം കർത്താവ് ഓരോരുത്തരും വഴി ഇവിടെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ പരം എന്ത് സന്തോഷമാണ്, സൗഭാഗ്യമാണ് ജീവിതത്തില് ലഭിക്കേണ്ടത് ശരിക്കും. ഒന്ന് നിങ്ങള് സന്തോഷമായിട്ടല്ലേ ഇവിടെ നിൽക്കുമ്പോ നിങ്ങൾക്ക് നിങ്ങളെല്ലാം പോകുന്ന സന്തോഷമുണ്ട്. അതിന് കാരണം എന്താണെന്ന് പറയാമോ? രാവിലെ എണീക്കുമ്പോൾ തന്നെ സെക്രട്ടറിയുടെ അടുത്തൊക്കെ പ്രാർത്ഥിച്ച് ആ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. ആ സാന്നിധ്യം അവര് കാണുന്ന ഈശോയെ തന്നെ അല്ലേ? എന്തായാലും പറയാനുണ്ടോ? ഈശ പറയുന്ന പോലെ എനിക്ക് ഈശ്വരനെ നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു, ഇരിക്കാൻ തന്നു. ഈശോയുടെ സുവിശേഷം ഇല്ലേ, ഈശോ പറഞ്ഞ രാത്രിയിലും എപ്പോഴും ഇവരെ കുറിച്ചുള്ള ചിന്ത. ഞങ്ങൾക്ക് വേറെ ചിന്തിക്കേണ്ട സമയമില്ല. വീട്ടുകാരെ കുറിച്ച് ചിന്തിക്കാൻ എന്തിനുള്ള സമയമില്ല. കാരണം സമയത്തൊന്നും ഒക്കെ കടന്നു പോവാണ്, പെട്ടെന്ന് കടന്നു പോകുന്ന നമ്മൾ അറിയുന്നില്ല. നമ്മളെപ്പോഴും അവൈലബിൾ ആയിരിക്കണം. ഇവർക്ക് വയ്യ, പെട്ടെന്ന് നമുക്കൊരു മിനിറ്റ് നമുക്ക് വേണ്ടി മാറ്റി വെക്കാനില്ല. അതാണ് നിങ്ങളുടെ സന്തോഷം. മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം. അപ്പോൾ എനിക്ക് പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു ഇവിടെ ഈ സ്ഥാപനങ്ങളിൽ ഇവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് എല്ലാ സൗകര്യവും നിങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീടുകളിൽ കിട്ടാത്ത സൗകര്യം നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്രയും പൊന്നു പോലെയാണ്. ഈശോ നൽകിയ കുഞ്ഞുങ്ങളാണ്. അവർക്ക് ദ ബെസ്റ്റ്, ഏറ്റവും പോസിബിൾ, ഏറ്റവും നല്ല കാര്യം കൊടുക്കണമെന്ന് നിങ്ങൾ ഇവിടെ പറയണം. ഒരിക്കലും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഒരു ഈ സ്ഥലത്തിന് കൊട്ടാരക്കരയ്ക്കും പുനലൂരിനും ഇടയ്ക്കാണ് വിളക്കുടി എന്ന സ്ഥലം അല്ലേ? സ്നേഹതീര എന്ന സ്ഥാപനത്തിൽ നിങ്ങൾ ഒരിക്കലും വരണം. ഇവരെങ്ങനെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നത്, ഇവിടെ അമ്മമാരെ നോക്കുന്നതിനുള്ള ഉള്ള കാര്യങ്ങൾ നിങ്ങൾ കാണാൻ പറ്റും. കാരണം അതിൽ അത്ഭുതപ്പെട്ടു പോയി കേട്ടോ. കാരണം ഇതൊക്കെ കണ്ടിട്ട്. കാരണം അതിന് ആ കുഞ്ഞുങ്ങൾക്ക് എല്ലാ സൗകര്യം ഒരുക്കി കൊടുത്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അമ്മയുടെ മനഃശക്തിയാണ്. ഇല്ലെങ്കിലും ഇതെല്ലാം നടക്കുന്നുണ്ടൊരു പോസിറ്റീവ് ചിന്തയാണ് അമ്മ ഇപ്പം ഞങ്ങൾക്കും വളർന്നു വരുന്നത്. എന്നാ പറഞ്ഞാലും അമ്മ പറയും അതൊക്കെ ഉണ്ടാകും, അത് വിഷമത്തിണ്ടാകും, ദൈവത്തിലുള്ളത് എല്ലാം. അതിന് കോടികളുടെ കടമുണ്ട് ഈ കെട്ടിങ്ങൾക്ക് പണിയുമ്പോഴേ. ഇതൊക്കെ എവിടെ നിന്നുണ്ടാകും? വിഷമിക്കണമേ, ദൈവം തരുന്നേ, ദൈവം തരുന്നത്. സ്വപ്നങ്ങളുടെ അമ്മയാണ്. ഞങ്ങൾക്ക് ഒരിക്കലും ഒരു നെഗറ്റീവ് ഇത് തരത്തില്ല. കാരണം നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ നിങ്ങളുടെ വിഷമം എല്ലാവരുടെയും അമ്മയായി അല്ലേ സന്യാസിനിയായി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ സമയം ഏറ്റവും അനുഗ്രഹപ്രദമായിരുന്നു, നന്മ നിറഞ്ഞതായിരുന്നു. നിങ്ങളെ കാണാൻ പറ്റിയത്, സംസാരിക്കാൻ പറ്റിയതും. ദൈവത്തിന്റെ പ്രവൃത്തികൾ ഈ ഭൂമിയിൽ തുടരാൻ വേണ്ടി ദൈവം ചില വ്യക്തികളെ തിരഞ്ഞെടുക്കും, പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കും. അങ്ങനെ ദൈവം തിരഞ്ഞെടുത്താണ് സിസ്റ്റർ. അപ്പൊ ആ സിസ്റ്റർ ആ ദൈവത്തിന്റെ കൃപയോട് സഹകരിച്ച് ഏറ്റവും വിശുദ്ധമായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ സിസ്റ്റർ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. ഇനിയും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഇനിയും അനേകരുടെ അമ്മയായി തീരട്ടെ. അല്ലെ, അനേകം മക്കൾ ഇങ്ങോട്ട് വരട്ടെ. അല്ലെ, ജന്മം നൽകാതെ ഇത്രയും കുഞ്ഞുങ്ങളുടെ അമ്മയായിട്ട് നിങ്ങൾ ശുശ്രൂഷ ചെയ്യുകയാണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു. ഈ വീഡിയോ അല്ല ഇന്നലെ കണ്ട കുഞ്ഞുങ്ങളെ എടുത്ത് സ്നേഹിക്കുന്ന അമ്മമാര് അല്ലെ, വളരെ സ്നേഹമാണ് കുഞ്ഞുങ്ങളോട്. ഇവിടെ ഒരിക്കലും ഒരു അനാഥത്വമോ ഒരു സ്നേഹമില്ല കുറവോ ഒന്നും ഫീൽ ചെയ്യില്ല. ഒന്നും വീട് പോലെയാണ് ഇവിടെ കഴിയുന്നത്. എനിക്ക് ഇന്നലെ മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ളവരെ, സാധിക്കുന്നവര് എപ്പോഴെങ്കിലും ഒരു സമയമുണ്ടെങ്കിൽ ഈ പ്രദേശങ്ങളോട് വരിക, അല്ലെങ്കിൽ ഇവിടെ കാണാൻ വേണ്ടി തന്നെ വരിക. അത് നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാകും. ദൈവം നടത്തുന്ന പുതിയ മനുഷ്യരെയും പുതിയ വഴികളെയും പുതിയ അനുഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ദൈവം നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സ്ഥാപനത്തിന് വേണ്ടിയും ഈ സിസ്റ്റേഴ്സിന് വേണ്ടിയും ഈ കോൺഗ്രിഗേഷന് വേണ്ടിയും പ്രത്യേകം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങൾ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.